ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കുയ്യപ്പാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ പച്ചരി വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു 2 മണിക്കൂറായിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഇത് കുതിർക്കാൻ ഇട്ടിട്ട്. ഇനി നമുക്ക് എന്താക്കാം, ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ട് നമുക്ക് ഇതൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അരിയെല്ലാം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ 4 ചെറുപഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 7-8 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് വേണ്ട വെള്ളം ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ ഉരുക്കിയെടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് എന്താക്കാം, ഇതിലോട്ടേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അരിയെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു തരിതരിയോടെ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ബാക്കി ഉരുക്കി വെച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മാവ് ഒരുപാട് തിക്കും ആവരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസും ആയി പോകരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കണം. അതിനെന്താക്കണം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലോട്ട് തേങ്ങാക്കൊത്തൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ നിറമാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇതുകൂടി ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ എള്ള് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലോട്ട് നമുക്ക് മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഒരു സൈഡായി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.